മറ്റൊരു വാർത്ത INL വീണ്ടും പോരെ വഹാബ് വിഭാഗത്തിനെതിരെ മന്ത്രി ദേവർകോവിൽ പിച്ചും പേയും പറയുന്നവർക്ക് മറുപടി പറയാനില്ല. UDF-ഉം മന്ത്രിയും ധാരണയിലാണെന്ന ആരോപണത്തിനാണ് മറുപടി. വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, INL വീണ്ടും എങ്ങനെയാണ് പോര് ശക്തിപ്പെടുന്നത്? ഫിജി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും INL-ലെ പോര് ശക്തിപ്പെടുകയാണ്. സെക്യുലർ ഇന്ത്യ റാലി എന്ന പേരിൽ 26-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് INL-ന്റെ വഹാബ് വിഭാഗം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. INL-ന്റെ കൊടിയോ ഒപ്പം തന്നെ പേരോ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു റാലിയോ സമ്മേളനങ്ങളോ പരിപാടികളോ ഒന്നും തന്നെ നടത്തരുതെന്നൊരു കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മന്ത്രിയെ അനുകൂലിക്കുന്ന വിഭാഗം വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വഹാബ് അനുകൂലികൾ ഇവിടെ കോഴിക്കോട് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടി റാലി നടത്താനൊരുങ്ങുന്നത്. അതിന് INL-ന്റെ ദേശീയ പ്രസിഡന്റായ കുരീൽ ആണ് ഉദ്ഘാടനം ചെയ്യുക എന്ന് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വഹാബ് വിഭാഗം വ്യക്തമാക്കിയിരുന്നു. ആ സമയത്താണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ വഹാബ് വിഭാഗം രൂക്ഷമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മന്ത്രിയും UDF-ഉം തമ്മിൽ സജീവമായ അന്തർധാരയുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണങ്ങളും ഈ പറഞ്ഞതുപോലെ UDF ഉന്നയിക്കാത്തതെന്നൊരു ആരോപണം മന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇതേക്കുറിച്ച് ഇന്ന് രാവിലെ നേരത്തെ മന്ത്രിയെ കണ്ടപ്പോൾ നമ്മൾ ചോദിക്കുകയുണ്ടായി. അതിന് ഉത്തരമായാണ് മന്ത്രി പറഞ്ഞത്, പിച്ചും പേയും പറയുന്നവർക്ക് മറുപടി പറയലല്ല തൻ്റെ പണി. താൻ കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് താൻ അഭിമുഖീകരിക്കേണ്ടത്, ഏറ്റെടുക്കേണ്ടത്. ഒരു പണിയുമില്ലാത്ത ആളുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തൊക്കെയോ പറയും. അത് വിളിച്ചു പറയുന്നതിന് മറുപടി പറയലല്ല എന്ന് പറഞ്ഞ് അതിനുശേഷം മന്ത്രി വഹാബ് വിഭാഗത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. ജനാധിപത്യപരമായി ആർക്കും റാലിയോ പരിപാടികളോ എന്തും നടത്താനുള്ള അവകാശമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിരവധി പാർട്ടികളുടെ പരിപാടികൾ ഇത്തരത്തിൽ നടക്കാറുണ്ട്. അതുപോലുള്ള പരിപാടികൾ ചിലർ നടത്തിയേക്കാം. എന്നാൽ INL-ന്റെ പേരും കൊടിയും ഉപയോഗിച്ച് പരിപാടികൾ നടത്തരുതെന്ന് കോടതി ഉത്തരവുണ്ട്. മാത്രമല്ല INL-ന്റെ പേരിൽ പിരിവ് നടത്തുന്നതും പരിപാടി നടത്തുന്നതും ഗുരുതരമായ തെറ്റാണ്. ഇത് കോടതിയെ അറിയിക്കും എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ദേശീയ നേതൃത്വം, അതായത് തങ്ങളുടെ പാർട്ടി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വ്യക്തമാക്കുന്നു. കേരളത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടിക്ക് ഒരു ദേശീയ നേതൃത്വമുണ്ട്. ആ ദേശീയ നേതൃത്വം നടപടിയെടുത്ത ചിലരെയാണ് ഇവിടേക്ക് വഹാബ് വിഭാഗത്തിലെ ആളുകൾ കൊണ്ടുവരുന്നത്. അവരെ വെച്ച് ആണ് ഇപ്പോൾ പരിപാടി നടത്തുന്നത് എന്ന് മന്ത്രി പറയുന്നു. കോടതി വിധികളെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാണ്. ഇനി അന്തിമ വിധി ഉടൻ വരുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വേറൊരു കാര്യം അദ്ദേഹം മറുപടിയായി പറയുന്നത്, പ്രധാന ആരോപണം ഇന്നലെ ഉന്നയിച്ചത് UDF-ഉം മന്ത്രിയും തമ്മിൽ സജീവമായ അന്തർധാരയുണ്ട്, അതുകൊണ്ടാണ് UDF ആരോപണം ഉന്നയിക്കാത്തത് എന്നാണ് പറയുന്നത്. UDF തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലെങ്കിൽ അത് തനിക്കുള്ള അംഗീകാരമാണെന്ന് പറയുന്ന മന്ത്രി തന്നെ പറയുന്നു, മാങ്ങിയുള്ള മാവിലെ ആളുകൾ കല്ലെറിയൂ, അതുകൊണ്ടാണ് തനിക്കെതിരെ വഹാബ് വിഭാഗം ആരോപണം ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറയുന്നു. മാങ്ങയില്ലാത്തവർക്കെതിരെ ആരും കല്ലെറിയേണ്ടതില്ലല്ലോ എന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വഹാബ് വിഭാഗത്തിനെതിരെ ശക്തമായ മറുപടിയാണ് ഇന്ന് മന്ത്രി നൽകിയത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടതു മുന്നണിയിൽ INL-നകത്ത് പരസ്പരമുള്ള വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. പരസ്പരം പഴിചാരുന്ന ഒരു സ്ഥിതി വീണ്ടും പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫിജി, റിയാസ്, INL-ന്റെ പേരും കൊടിയും ഉപയോഗിച്ച് സമ്മേളനം നടത്തരുത് എന്നത് ഉൾപ്പെടെ എന്തൊക്കെ കോടതി ഉത്തരവുകളാണ് നിലനിൽക്കുന്നത്? ഫിജി, പ്രധാനമായും അത്തരത്തിലൊരു ഉത്തരവിനെ കുറിച്ച് മന്ത്രിയാണ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ നിയമ നടപടികളെല്ലാം തുടരുന്ന ഒരു സാഹചര്യമാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ നമുക്കതേപ്പറ്റി കൂടുതൽ പറയുന്നതിന് ഒരു പ്രതികൂല സാഹചര്യമുണ്ട്. എങ്കിൽ കൂടി മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ INL-ന്റെ പേരും അതുപോലെ കൊടിയും ഉപയോഗിച്ച് പരിപാടി നടത്തരുതെന്ന് കോടതി ഉത്തരവുണ്ട് എന്നാണ് മന്ത്രി ഒരു അവകാശവാദമായി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിലവിൽ കോടതിയിൽ ഒരു നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ആ കോടതിയിൽ തന്നെ ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ഉള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. ഫലത്തിൽ നിയമപോരാട്ടത്തിനൊപ്പം തന്നെ പരസ്പരമുള്ള വിഴുപ്പലക്കലുകളിലൂടെ പൊതുസമൂഹത്തിനിടയിലും വീണ്ടും ഇവർ തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്നും കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ 26-ന് വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സെക്യുലർ റാലിയിൽ
ഒരുപക്ഷെ മന്ത്രിക്കെതിരെയുള്ള മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. മന്ത്രിക്കെതിരെ എന്ന് പറയുമ്പോൾ മന്ത്രി അനുകൂലിക്കുന്ന ആളുകൾ, അതായത് കാസിം വി ഇരിക്കൂർ അടക്കമുള്ള നേതാക്കൾക്കുള്ള മറുപടി ഈ വഹാബ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഹാബ് വിഭാഗത്തിനെതിരെ ഇത്തരത്തിൽ പ്രസ്താവന നടത്താൻ മന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? വഹാബ് വിഭാഗം ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? ഈ സെക്യുലർ ഇന്ത്യ റാലിയുടെ കാര്യങ്ങൾ വിശദീകരിക്കാനായി ഇന്നലെ വഹാബ് വിഭാഗം നടത്തിയ പത്രസമ്മേളനത്തിൽ മന്ത്രിക്കെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് വഹാബ് വിഭാഗത്തിനെതിരെ ഇന്ന് മന്ത്രി പരസ്യമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. INL-ലെ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു വസ്തുതയാണെങ്കിൽ കൂടിയും ഈ ഇടതുമുന്നണി സ്വീകരിച്ച ഒരു നയം എന്നുള്ളത് രണ്ടുപേരെയും തുല്യമായ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് ഇടതുമുന്നണി നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇടതുമുന്നണിയുടെ നേതൃയോഗങ്ങളിൽ ഒന്നും തന്നെ രണ്ട് വിഭാഗം INL-കാരെയും വിളിക്കാറുണ്ടായിരുന്നില്ല. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേവർകോവിൽ പങ്കെടുക്കുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാൻ മന്ത്രിയെ വിളിച്ചു വരുത്തുന്നു മുന്നണി യോഗത്തിലേക്ക് എന്നതിനപ്പുറം ഇരുവിഭാഗത്തിൻ്റെ നേതാക്കളെ മുന്നണി യോഗത്തിൽ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നില്ല. അതായത് രണ്ടുപേരോടും തുല്യ സമീപനം ആണ്, സമദൂര സിദ്ധാന്തമാണ് ഈ കാര്യത്തിൽ ഇടതുമുന്നണി നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ആ സ്വീകരിച്ചിരുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് INL-ലെ കാര്യങ്ങൾ എത്തുന്നത്. ഇനി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു മുന്നണി നേതൃത്വം എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. PG. ശരി റിയാസ്, അല്പം മുമ്പ്